കനത്ത മഴയിൽ വീട് മുങ്ങി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ടി വന്നതിന്റെ ഭീതിയും സങ്കടവും ഉള്ളിലൊതുക്കിയ 9-കാരിക്ക് പ്രളയ നാളുകൾക്കിടയിലും ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത പിറന്നാൾ ഓർമ്മ. മുണ്ടക്കയം പുത്തഞ്ചന്ത സ്വദേശിനിയായ മുള്ളൻമടക്കൽ ഷാഹുലിന്റെ മകൾ ഷഹാന ഫാത്തിമയുടെ 9ാം പിറന്നാളാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളിലെ ക്ലാസ് മുറിയിൽ വേറിട്ട രീതിയിൽ ആഘോഷിച്ചത്. മുണ്ടക്കയ സെന്റ് ജോസഫ് മഡ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഷഹാന. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പെയ്ത കനത്ത മഴയിൽ പുത്തഞ്ചന്തയിലുള്ള ഷഹാനയുടെ വീട്ടിൽ വെള്ളം കയറിയിരുന്നു. ഇതോടെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പെട്ടെന്ന് തന്നെ വീടൊഴിഞ്ഞ് കുടുംബസമേതം സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം തേടുകയായിരുന്നു. വീട് മുങ്ങിയതിന്റെ ആഹ്ലാദവും ക്യാമ്പിന്റെ പ്രയാസങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ തന്റെ പിറന്നാൾ കാര്യം പോലും ഷഹാന പൂർണ്ണമായും മറന്നുപോയി. എന്നാൽ പ്രളയത്തിന്റെ കറുത്ത നാളുകൾ മകളുടെ കുഞ്ഞു മനസ്സിനെ സന്തോഷങ്ങളെ കവർന്നെടുക്കുവാൻ അമ്മ ഷാഹിറ ഷാഹുൽ സമ്മതിച്ചില്ല. മകളെ സർപ്രൈസ് ചെയ്യുവാൻ ഉറപ്പിച്ച അമ്മ ക്യാമ്പിലെ മറ്റുള്ളവരെ പോലും അറിയാതെ വളരെ രഹസ്യമായി മകൾ പഠിക്കുന്ന അതേ സ്കൂളിലെ ഒരു ക്ലാസ് മുറി മനോഹരമാക്കി അലങ്കരിക്കുകയായിരുന്നു. തുടർന്ന് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ മാത്യു പാർട്ടി കോപ്പർ പൊട്ടിച്ച ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഷഹന ഫാത്തിമ മോടെ ബർത്ത്ഡേ ആണ്. അത് വീട്ടിൽ അതിനുള്ള ഇപ്പോൾ സാഹചര്യങ്ങളില്ല, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നനഞ്ഞ് നശിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്താണെങ്കിലും ഇവിടെ അതങ്ങ് ആഘോഷിക്കുകയാണ്. തുടർന്ന് നിറഞ്ഞ സന്തോഷത്തോടെ ഷഹാന കേക്ക് മുറിച്ച് ക്യാമ്പിൽ കഴിയുന്ന എല്ലാവർക്കും വിതരണം ചെയ്തു. പെട്ടെന്നുണ്ടായ സന്തോഷത്തിൽ ഷഹാനയുടെ സങ്കടങ്ങളെല്ലാം മാഞ്ഞുപോയി. വാർഡ് മെമ്പർ ബെന്നി നെയ്യൂർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ക്യാമ്പ് അധികൃതരും അന്തേവാസികളും പൂർണ്ണ പിന്തുണയോടെ ആഘോഷത്തിന് നേതൃത്വം നൽകി. ദുരന്തമുഖവും അതിജീവനത്തിന്റെ പുതുവെളിച്ചവും ചേർത്ത് പിടിക്കലിന്റെ മനോഹര മാതൃകയുമാണ് ഈ കുഞ്ഞ് പിറന്നാൾ ആഘോഷത്തിലൂടെ മുണ്ടക്കയത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ അരങ്ങേറിയത്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.